എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നീറ്റ് 2025 സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അറിയിപ്പുകൾക്കും അപ്ഡേറ്റുകൾക്കും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നീറ്റ് 2025 റിസൾട്ട് ഉടൻ വരാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ചെറിയൊരു മാർക്ക് വസസ് എക്സ്പെക്റ്റഡ് റാങ്ക് കമ്പാരിസൺ ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വർഷത്തെ മാർക്ക് വച്ചുള്ള റാങ്ക് കമ്പാരിസൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ റാങ്ക് 100 റാങ്കിന് ഉള്ളിൽ വരണമെങ്കിൽ 640 645 മാർക്കിന് മുകളിൽ വന്നാലേ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അതുപോലെ തന്നെ 100നും 500നും റാങ്ക് ഇടയിൽ വരണമെങ്കിൽ 600 മാർക്കിനും 605 മാർക്കിനും മുകളിൽ വന്നാലേ പറ്റൂ. തുടർന്ന് പോയാൽ 1000 റാങ്കിന് ഉള്ളിൽ വരണമെങ്കിൽ 590 മാർക്കും 5000 റാങ്കിന് ഉള്ളിൽ വരണമെങ്കിൽ 540 മാർക്കും 15000 റാങ്കിന് ഉള്ളിൽ വരണമെങ്കിൽ 515 മാർക്കും 25000 റാങ്കിന് ഉള്ളിൽ വരണമെങ്കിൽ 505 മാർക്കും 50000 റാങ്കിന് ഉള്ളിൽ വരണമെങ്കിൽ 470 മാർക്കും 1,00,000 റാങ്കിന് ഉള്ളിൽ വരണമെങ്കിൽ 410 മാർക്കും 1,50,000 റാങ്കിന് ഉള്ളിൽ വരണമെങ്കിൽ 360 മാർക്കും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വർഷത്തെ മാർക്ക് വച്ചുള്ള നീറ്റ് റാങ്ക് ലിസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ നിരവധി കുട്ടികൾ ഞങ്ങളോട് ചോദിച്ചിരുന്നു നീറ്റ് 2025 റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന്. നമുക്കറിയാൻ സാധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ജൂൺ 10നും 13നും ഇടയ്ക്കായി നീറ്റ് ഈ വർഷത്തെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെയുള്ള നീറ്റ് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും റിസൾട്ട് സംബന്ധമായ അറിയിപ്പുകളും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. നന്ദി.